മുത്തശ്ശി പറഞ്ഞില്ലേ, ഞങ്ങളും അതാണ് ചിന്തിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് ചികിത്സയാണെന്ന്, അല്ലാതെ മറ്റൊന്നുമില്ല. എന്ത് ചികിത്സ? ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയൊക്കെ ചേർന്ന സ്വഭാവമല്ല. മുതലാളി ഒരു സംഭവം തന്നെ. നീ ഒന്ന് വന്നേ. പോയിട്ട് വരാം മോളെ. ശരി. സോമു, എടാ നീ ആ ചെക്കനെ കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനുണ്ട്? കൊള്ളാം, നല്ല ചെക്കനാ. ആ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് രത്നയും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് എനിക്ക് തോന്നി. ശരിയല്ലേ? ചേർച്ചയുണ്ട്, അതില്ലാന്ന് ആരും പറയില്ല. ആ, ഏതായാലും ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നിനും ഒരു താമസം ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊന്നും അടുപ്പിക്കണം. ഗിരിയേട്ടാ, എന്താടാ? അല്ല, അവര് സ്ത്രീധനത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞായിരുന്നു. ഇല്ലില്ല. ചെക്കന്റെ വീട്ടുകാർ എന്ത് ചോദിച്ചാലും ഗിരിയേട്ടൻ അത് കൊടുക്കുന്ന തരത്തില്ല ഗിരിയേട്ടന്റെ അമ്മാവൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞത്. അതിനിപ്പോ എന്താ? അല്ല, അവരിന് വായി തോന്നിയത് വല്ലതും ചോദിച്ചാ നമ്മൾ എന്തോ ചെയ്യും? എടാ, അവരെങ്ങനെ ആക്രാന്തം പിടിച്ചവരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവര് ചോദിക്കുന്നെങ്കിൽ ചോദിക്കട്ടെ. അത് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ പോരെ. ഇനിയിപ്പോ അവരൊന്നും ചോദിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ എന്റെ രത്നമോളെ വെറും കൈയോടെ അവരെ വീട്ടിലേക്ക് അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ശശിയേട്ടാ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ ചായ എടുത്ത് തിരിഞ്ഞതും ആളെ കാണാനില്ല. അതിനിടയ്ക്ക് ഇതിന്റെ ചോട്ടി വന്ന് നിൽക്കുമായിരുന്നോ? എടിലേ, ഇതെപ്പോഴും ഇങ്ങനെ പളപളാന്ന് തിളങ്ങണം. രാവിലെ മുതൽ ഇത് എത്ര വട്ടം ഈ വണ്ടിയെ തുടച്ചു മിനിക്കുന്നേ. മിലിറ്ററിന്ന് പെൻഷൻ പറ്റി വന്ന അന്ന് മുതൽ കാണുന്നതാ ഞാനിത്. ഇത് വല്ലാത്ത ഭ്രാന്ത് തന്നെ. ഇവൻ എന്റെ പടക്കുതിരയാടി, പടക്കുതിര. എന്റെ ചങ്ക ഇവൻ. അതുകൊണ്ട് ഇവൻ എപ്പോഴും ഇങ്ങനെ സുന്ദരനായിട്ടിരിക്കണം. അതിന് നീ പരിഭവിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആദ്യം ചായ കുടിക്കും. അതെ, നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഗിരി കാണിച്ചത് അബദ്ധം തന്നെ. പെണ്ണ് കാണിച്ചിറങ്ങി വെച്ച് എന്നെ ഗിരി അവന്റെ അഭിപ്രായം തുറന്നു പറയണമായിരുന്നു. അതാണ് വേണ്ടിയിരുന്നത്. എന്ത് ചോദിച്ചാലും ഗിരി തരുമെന്ന് പപ്പേട്ടൻ പറഞ്ഞപ്പോ ഗിരി അത് തലകുലുക്കി സമ്മതിക്കാൻ പാടില്ലായിരുന്നു. രത്നയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീധനം എന്താണെന്ന് ഗിരി അവിടെ വ്യക്തമാക്കണമായിരുന്നു. ഇനിയിപ്പോ ചക്കന്റെ വീട്ടുകാർ എന്ത് ചോദിച്ചാലും ഗിരി അത് കൊടുക്കണം. എടുത്താ പൊങ്ങാത്ത വല്ല സ്ത്രീധനമാണ് അവർ ചോദിക്കുന്നെങ്കിൽ ഗിരിപ്പെടും. എന്തായാലും രത്നയുടെ പേരില് വല്ലാത്തൊരു ബാധ്യതയാ ഗിരി എടുത്ത് ചുമല് വെച്ചത്. കഷ്ടം തന്നെ. എന്താടാ, എന്തിനാ നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? അത് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വാ തുറന്ന് ചോദിക്കണമെന്ന്. എന്താ പറ, എന്താ വേണ്ടേ? അത് പിന്നെ ജിമ്മിൽ ഫീസ് കൊടുക്കണം. ജിമ്മിലെ ഫീസോ? എന്തിനാടാ നീ എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? എന്തിനാ നീ ജിമ്മിൽ പോയി കാശ് കൊണ്ടേ തുലയ്ക്കുന്നത്? അവിടെ പോയിട്ട് വല്ല ഗുണമുണ്ടോ? വെറുതെ ഓരോരോ പാഴ്ചെലവുകള്. അമ്മേ, അച്ഛനില്ലേ, ഇവനോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ. ഇവൻ ജിമ്മിൽ പോയിട്ട് ഒരു പ്രയോജനമില്ല. ജിമ്മുകാരൻ വെറുതെ കാശ് കിട്ടും, അത്രേ ഉള്ളൂ. അച്ഛാ, അതങ്ങനൊന്നും അല്ല. പതുക്കെ പതുക്കെ എന്റെ ബോഡി ഡെവലപ്പ് ആവും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. എടാ, നീ ആ ഗിരിയെ കണ്ടുപിടിക്കുക. നിന്റെ ഈ പ്രായത്തിലെ അവൻ അധ്വാനിക്കാൻ തുടങ്ങിയതാ. ചോര നീരാക്കിയ അവൻ അനീതി വരെ വളർത്തിയതും ഈ നിലയ്ക്ക് എത്തിച്ചതും. ഇപ്പത്തെ രത്നയുടെ കല്യാണം അവൻ നടത്താൻ പോവാ. എല്ലാം അവന്റെ അധ്വാനം ഒന്നുകൊണ്ട് മാത്ര. തുടങ്ങി ഗിരിപുരാണം. നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. അല്ലേലും ഞാൻ പറയുന്നൊന്നും നിനക്ക് പിടിക്കില്ലെന്ന് എനിക്കറിയാം. മോനെ ഉണ്ണി, നിനക്ക് വേണ്ടി പാഴാക്കാൻ അച്ഛന്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് ജിമ്മിൽ ഫീസ് കൊടുക്കണമെങ്കിൽ മോൻ അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുക്കും.
ഇപ്പൊ കിട്ടും. ഡാ, അയ്യോ നിന്നോട് ഈ ബുള്ളറ്റ് തുടരുന്ന 100 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലോ. അച്ഛാ പ്ലീസ് ഒരു പ്രാവശ്യമെങ്കിലും ഞാനിതൊന്ന് ഓടിച്ചോട്ടെ. അമ്മ ഒന്ന് പറ. ഇനി നീ അതിൽ തൊട്ടാ നിനക്ക് കൈ ഞാൻ വിട്ടു. നിനക്ക് ഓടിക്കാൻ ഞാനൊരു വണ്ടി വാങ്ങി തന്നിട്ടുണ്ട്. ആ വണ്ടിയാ ഈ ഇരിക്കുന്നേ. നീ ഇത് ഓടിച്ചാ മതി. എനിക്കത് വേണ്ട. അതിലിരുന്ന് ഓടിച്ചിട്ട് ഒരു സുഖവുമില്ല. എങ്കിൽ ഞാനതെടുത്ത് വിൽക്കും. പിന്നെ നീ നടന്നു പോകേണ്ടി വരും. അതോർത്തോ. കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനം ആയല്ലോ. അയ്യോ ദൈവമേ, ഇനി ഞാൻ ജിമ്മിന്റെ പൈസ എവിടെ നിന്ന് എടുത്ത് വെച്ച് കൊടുക്കും? മുത്തശ്ശി, വേണ്ട, എന്നോടൊന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞത്. ഹും, നാണോ മാനോ ഇല്ലാത്ത ഒരുത്തി ഈ വീടിന്റെ മരുമകളാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശി പറഞ്ഞില്ലേ, ഞങ്ങളും അതാണ് ചിന്തിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് ചികിത്സയാണെന്ന്, അല്ലാതെ മറ്റൊന്നുമില്ല. എന്ത് ചികിത്സ? ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയൊക്കെ ചേർന്ന സ്വഭാവമല്ല. ഒരു അന്യപുരുഷന്റെ മൂക്കിലും വായിലും ശ്വാസം ഊതി കൊടുക്കുന്നതാണോ ചികിത്സ? അല്ലെങ്കിൽ തന്നെ അവിടെ ഇത് ചെയ്യാൻ ഡോക്ടറായിട്ട് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെയും ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് മാത്രം. അവളുടെ അവന്റെ സിനിമ ഇപ്പൊ ലോകായ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. അതിന് കാണാത്തതായിട്ട് ആരുണ്ട് ഈ ഭൂമി മലയാളത്തില്? ഇത് ശരിയാവില്ല വിശ്വ. ഇത് നമുക്ക് ചേർന്ന ബന്ധമല്ല. മുത്തശ്ശി, മുന്നും പിന്നും നോക്കാതെ പാർവതി കാണിച്ച പ്രവൃത്തിക്ക് പത്മനാഭൻ സാറും നകുലനും പാർവതിയെ വേണ്ട വിധം ഗുണദോഷിച്ചിട്ടുണ്ട്. നകുലൻ അത് ഇന്ദ്രനോട് പറഞ്ഞതുമാണ്. മാത്രമല്ല, ഇനി ഇങ്ങനൊന്നും പാർവതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്ന് നകുലൻ ഇന്ദ്രന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. എടാ വിശ്വം, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇന്ദ്രന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ നീ ഇവളും കൂടെ അവക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത്? മുത്തശ്ശി, ഇന്ദ്രന് വേറെ പെണ്ണ് കിട്ടുമായിരിക്കും. പക്ഷേ ഇതേപോലൊരു ബന്ധം ഇനി നമ്മളെ കുടുംബത്തിന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് നമ്മളെ കുടുംബത്തിന് വന്നു ചേർന്നിരിക്കുന്ന സുവർണ അവസരമാണ്. പത്മനാഭൻ സാറിന്റെ കുടുംബമായിട്ടൊരു ബന്ധം ഉണ്ടായ അത് ഏതെല്ലാം തരത്തിൽ മെച്ചമാവുന്ന മുത്തശ്ശിക്ക് അറിയാലോ. മുത്തശ്ശി അതൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. കരുനീലിക്കാവിലെ ഏറ്റവും വലിയ ജമ്മിയ പത്മനാഭ സാറ്. കരുനീലിക്കാവിലെ ഏതാണ്ട് കണ്ടായ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെയാ. ഒരു 4 തലമുറകൾക്ക് ഇരുന്നുണ്ണാനുള്ളതൊക്കെ ആ കുടുംബത്തിനുണ്ട്. പിന്നെ ലക്ഷങ്ങൾ മറിയുന്ന നിരവധി ബിസിനസ്സുകളും. സമ്പത്ത് കുന്നുകൂടി കിടക്കുക പടനിരത്ത്. ഇന്ദ്രൻ പാർവതിയെ വിവാഹം കഴിച്ച ഈ പറഞ്ഞ സ്വത്തുവകകളിൽ ഏറിയ പങ്കും സ്ത്രീധനമായി ഇങ്ങ് പോരും.